കോതമംഗലത്ത് 2.5 വയസ്സുകാരനെ തെരുവുനായ ആക്രമിച്ചതിന് പിന്നാലെ മൂവാറ്റുപുഴയിലും തെരുവുനായയുടെ ആക്രമണം. അംഗൻവാടിയിൽ പാഞ്ഞു കയറിയ തെരുവുനായ 2 കുഞ്ഞുങ്ങളെ കടിച്ച് പരിക്കേൽപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുകയായിരുന്ന സ്ത്രീക്കും നായയുടെ കടിയിൽ പരിക്കേറ്റു. എറണാകുളം ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായയുടെ ആക്രമണം രൂക്ഷമാകുകയാണ്. തിങ്കളാഴ്ച മൂവാറ്റുപുഴ അയവന പഞ്ചായത്തിലെ കാലാമ്പൂരുള്ള അങ്കണവാടിയിലേക്ക് തെരുവുനായ പാഞ്ഞു കയറി 2 കുഞ്ഞുങ്ങളെ കടിച്ചു പരിക്കേൽപ്പിച്ചു. കുട്ടികൾക്ക് പുറത്തിറങ്ങുന്നതിനായി അങ്കണവാടിയുടെ വാതിൽ തുറന്നപ്പോഴാണ് തെരുവുനായ അങ്കണവാടിക്കുള്ളിൽ കയറി 3.5 വയസ്സുള്ള ആദികൃഷ്ണനെയും മീനാക്ഷിയെയും കടിച്ചത്. ആദിക്ക് മുഖത്തും കവിളിലും തലയുടെ ഭാഗത്തും കടിയേറ്റു. തുടർന്നാണ് മീനാക്ഷിയെ നായ ആക്രമിച്ചത്. സംഭവം കണ്ട അങ്കണവാടി അധ്യാപിക ഷേർലിയാണ് കുട്ടികളെ തെരുവുനായിൽ നിന്നും രക്ഷിച്ചത്. മൂത്രമൊഴിക്കാനായിട്ട് പുറത്തേക്ക് മീനാക്ഷി മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങി ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു ചുവന്ന പട്ടി ഓടി വന്ന് എൻ്റെ ഇങ്ങപ്പുറം ആദികൃഷ്ണൻ്റെ മുഖത്തേക്ക് ചാടി കടിക്കുക ചെയ്തത്. 20ഓളം കുട്ടികളാണ് അങ്കണവാടിയിലുണ്ടായിരുന്നത്. നാട്ടുകാർ ചേർന്നാണ് തെരുവുനായയുടെ കടിയേറ്റ കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചത്. കാലാമ്പൂർ കോളനി ഭാഗത്ത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി റോഡ് നന്നാക്കുകയായിരുന്ന 68 വയസ്സുകാരി ത്രേസ്യാമ്മയ്ക്കും തെരുവുനായയുടെ കടിയേറ്റ് വിരലറ്റു. ഞായറാഴ്ചയാണ് കോതമംഗലത്ത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 2.5 വയസ്സുകാരനെ തെരുവുനായ കടിച്ചു പറിച്ചത്. തെരുവുനായയുടെ ആക്രമണം രൂക്ഷമാകുമ്പോഴും അധികൃതർ മൗനത്തിലാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തലസ്ഥാന ജില്ലയിലെ നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ബഹുഭൂരിപക്ഷം ജനങ്ങളും തെരുവുനായയുടെ ആക്രമണ ഭീതിയിൽ കഴിയുമ്പോഴും പ്രശ്നത്തിന് പരിഹാരം കാണാനാകാതെ നിയമക്കുരുക്കിൽ അകപ്പെട്ടിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അതേസമയം കുട്ടികളടക്കം തെരുവുനായ്ക്കളുടെ ക്രൂരമായ ആക്രമണത്തിന് വിധേയരാകുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടി വരികയും ചെയ്തിട്ടും വിഷയത്തിൽ ഇടപെടാതെ സർക്കാർ തടിയൂരാൻ ശ്രമിക്കുകയാണെന്നും ആക്ഷേപമുയരുകയാണ്. തലസ്ഥാന ജില്ലയിലെ നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും തെരുവുകൾ ഇപ്പോൾ നായ്ക്കളുടെ പിടിയിലാണെന്ന് പറയാതെ വയ്യ. സ്കൂളുകൾക്ക് മുന്നിലും ആശുപത്രി, സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിലുമൊക്കെയായി ആക്രമണകാരികളായ നായ്ക്കൂട്ടത്തെ കാണാം. ഇതുവഴി സഞ്ചരിക്കുന്നവർ എപ്പോഴും തെരുവ് നായ്ക്കളുടെ ആക്രമണ ഭീതിയിലുമാണ്. നായ്ക്കളുടെ ആക്രമണം ദിനംപ്രതി വർദ്ധിച്ചിട്ടും ഇതിന് പരിഹാരം കാണാനാവാത്ത അവസ്ഥയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ആക്രമണകാരികളായ നായ്ക്കളെ കൊന്നൊടുക്കിയാൽ നിയമക്കുരുക്കിലകപ്പെട്ട് അകത്തുപോകേണ്ടി വരുമെന്ന് ജനപ്രതിനിധികൾ പറയുന്നു. കൂടാതെ ഏകീകൃതമായ നിയമം അതാണ് ഇവിടെ വേണ്ടതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. മേയർ കെ ചന്ദ്രിക: തെരുവുനായിന് മാത്രമായിട്ടൊരു നിയമം എന്തിനാ? ഇവിടുത്തെ ആടിനും കോഴിക്കും പശുവിനും പോത്തിനും അതുപോലെ തന്നെ താറാവിനും ഇല്ലാത്തൊരു നിയമം തെരുവുനായിന് എന്തിനാണ്? പേവിഷബാധയ്ക്കുള്ള വാക്സിൻ നൽകുന്ന കമ്പനിക്കാർക്ക് വേണ്ടിയാണ് പലരും നായസ്നേഹം പറഞ്ഞെത്തുന്നതെന്നും ആരോപണമുണ്ട്. വന്ധീകരണം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമ്മതിച്ചു. അതേസമയം നടപടി സ്വീകരിക്കേണ്ട സർക്കാർ മൗനത്തിലാണ് എന്നതും ശ്രദ്ധേയം. തെരുവ് പട്ടികളെ സംരക്ഷിക്കണമെന്ന് വാതോരാതെ പ്രസംഗിക്കുന്നവർ മനുഷ്യജീവനും വില കൽപ്പിക്കേണ്ടതുണ്ട്. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം സുനിൽ അരുമാൻ. തെരുവുനായയുടെ കടിയേറ്റ് സാരമായി പരിക്കേറ്റ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 3 വയസ്സുകാരൻ ദേവാനന്ദിന്റെ നില തൃപ്തികരം. ദേവാനന്ദിനെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും സന്ദർശിച്ചു. തെരുവുനായ പ്രശ്നം അടുത്ത മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തെരുവുനായയുടെ കടിയേറ്റ് മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ ദേവാനന്ദിന്റെ ശസ്ത്രക്രിയ മണിക്കൂറുകളോളം നീണ്ടു. നേത്രവിഭാഗം മേധാവി ഡോക്ടർ എലിസബത്ത് ജോസഫിന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത്. കുട്ടി 72 മണിക്കൂർ നിരീക്ഷണത്തിലാണ്. ദേവാനന്ദിനെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സന്ദർശിച്ചു. തെരുവുനായ പ്രശ്നം പരിഹരിക്കുന്നത് സംബന്ധിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി കൂട്ടായി ചർച്ച ചെയ്യുമെന്നും ഇക്കാര്യം അടുത്ത മന്ത്രിസഭയിലും ചർച്ച ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുമെന്ന് ആശുപത്രിയിലെത്തിയ ആരോഗ്യമന്ത്രിയും വ്യക്തമാക്കി. നല്ല ചികിത്സ ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള എല്ലാ നല്ല വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിന് ഇതെല്ലാം ചെയ്യാൻ കഴിയുമോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള നിർദ്ദേശം ഡോക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട്. കോതമംഗലം തൃക്കാരിയൂരിൽ വീടിന്റെ വരാന്തയിൽ കളിച്ചുകൊണ്ടിരിക്കെയാണ് ദേവാനന്ദന് കഴിഞ്ഞ ദിവസം തെരുവുനായയുടെ കടിയേറ്റ് മുഖത്ത് സാരമായി പരിക്കേറ്റത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നിർബന്ധിത ലൈംഗിക വീഴ്ചയ്ക്ക് ഇരയാക്കി ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരനെ ഇറാഖി യുവതി കൊലപ്പെടുത്തി. അബു അനസ് എന്ന ഭീകരനാണ് കൊല്ലപ്പെട്ടത്. സ്ഥലത്തെ പ്രാദേശിക TV ചാനലാണ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. മൊസൂളിന് പടിഞ്ഞാറുള്ള താഴ്റോമൻ പ്രദേശത്ത് വച്ച് കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം. നിർബന്ധിത ലൈംഗിക വീഴ്ചയ്ക്ക് ഇരയാക്കിയ ഇസ്ലാമിക് സ്റ്റേറ്റ് നേതാവ് അബു അനസാണ് കൊല്ലപ്പെട്ടത്. ISന്റെ മുതിർന്ന നേതാവാണ് അബു അനസ്. ഒരു പ്രാദേശിക TV ചാനലാണ് വിവരം പുറത്തറിയിച്ചത്. യുവതി അബു അനസിനെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് സംബന്ധിച്ച കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. വെടിവെച്ചാണ് കൊലപ്പെടുത്തിയതെന്ന ചില റിപ്പോർട്ടുകളുണ്ട്. ഇയാൾ യുവതിയെ മറ്റു പല ഭീകരരുമായും ലൈംഗിക വീഴ്ചയ്ക്ക് നിർബന്ധിപ്പിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇതിന് പ്രതികാരമായാണ് യുവതി അബു അനസിനെ കൊലപ്പെടുത്തിയത്. യസീദി കുർദിഷ് വിഭാഗത്തിൽപ്പെട്ടയാളാണ് യുവതിയെന്ന് കരുതുന്നു.
തട്ടിക്കൊണ്ടുപോയ നൂറുകണക്കിന് യസീദി പെൺകുട്ടികളെ അടിമച്ചന്തയിൽ വിൽപ്പനയ്ക്കായി വച്ചിരിക്കുന്നതിന്റെയും വിലപേശുന്നതിന്റെയും ദൃശ്യങ്ങൾ IS നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇവരെ ഭീകരർ ലൈംഗികമായി ചൂഷണം ചെയ്തതിനു ശേഷമാണ് വിൽക്കുന്നത്. ഭീകരരുടെ ക്രൂരത സഹിക്കാനാവാതെ ക്യാമ്പിൽ വച്ച് നിരവധി പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നഴ്സുമാർക്ക് നേരെ വീണ്ടും ആക്രമണം. രോഗിയുടെ കൂട്ടിരിപ്പുകാരാണ് ആക്രമണം നടത്തിയത്. നാട്ടുകാരും എയ്ഡ്സ് പോസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് അമ്പലപ്പുഴ പോലീസിനെ ഏൽപ്പിച്ച അക്രമിയെ പിന്നീട് പോലീസ് വിട്ടയച്ചു. സംഘപരിവാർ നേതാവാണ് നഴ്സുമാരെ ആക്രമിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥി നിധിനാണ് മർദ്ദനത്തിനിരയായത്. ശസ്ത്രക്രിയാ വിഭാഗത്തിലെ ICUവിൽ രാത്രി ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് സംഘപരിവാർ നേതാവ് കൂടിയായ ഭദ്രൻ ക്രൂരമായി ഇയാളെ മർദ്ദിച്ചത്. വയറ്റത്ത് ഭയങ്കരമായിട്ട് തന്നെ അഴിച്ചു. അതിന് ശരിക്കും പറഞ്ഞാൽ യൂറിൻ പോകാൻ തന്നെ പ്രയാസമായിരുന്നു. അത് ആൺകുട്ടി ആയതുകൊണ്ടായിരിക്കും അവൻ അത്രയും സഹിച്ചത്. പെൺപിള്ളേരായിരുന്നെങ്കിൽ അവിടെ വീണു പോയെന്നേ. മർദ്ദനത്തെ തുടർന്ന് ആശുപത്രിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പ്രതിയെ പിടികൂടി അമ്പലപ്പുഴ പോലീസിന് കൈമാറിയെങ്കിലും സ്റ്റേഷനിൽ എത്തും മുൻപ് തന്നെ പോലീസ് ഇയാളെ വിട്ടയക്കുകയായിരുന്നു. BJP നേതാക്കളുടെ ഭീഷണിയും സമ്മർദ്ദത്തെ തുടർന്നാണ് വിട്ടയച്ചത്. സംഭവം വിവാദമായതോടെ നഴ്സിംഗ് സംഘടനയും ജീവനക്കാരുടെ സംഘടനയും സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ സമരം നടത്തി. പ്രതിയെ ഉടൻ പിടികൂടാമെന്ന് സൂപ്രണ്ട് ഉറപ്പു നൽകി. ഇതിനിടയിൽ ആശുപത്രിയിലെ 10ാം വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിയെ സംഘപരിവാർ നേതാക്കളെത്തി ഭീഷണിപ്പെടുത്തിയതായും വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ പറഞ്ഞു. അവരിവിടെ വന്നിട്ടും ഭീഷണിയുടെ സ്വരത്തിലാണ് വിദ്യാർത്ഥിയോട് സംസാരിക്കുന്നത്. കേസ് പിൻവലിച്ചില്ലെങ്കിൽ അവരെന്തോ ചെയ്തു കളയും എന്ന രൂപത്തിലേക്ക് ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കണ്ണൂർ നങ്ങാറത്ത് പീടികയിൽ ഗുരുദേവ പ്രതിമ തകർത്ത സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത 3 പേരെ ജാമ്യത്തിൽ വിട്ടതിൽ പ്രതിഷേധം ശക്തമാകുന്നു. 3 RSS പ്രവർത്തകരെയാണ് ജാമ്യത്തിൽ വിട്ടത്. പ്രതികളെ വിട്ടയച്ചതിനു പിന്നിൽ RSS പോലീസ് ഗൂഢാലോചനയെന്ന് CPIM ആരോപിച്ചു. ഞായറാഴ്ച പുലർച്ചെയാണ് നങ്ങാറത്ത് പീടികയിലെ ശ്രീമുദ്ര സാംസ്കാരിക നിലയത്തിൽ സ്ഥാപിച്ച ശ്രീനാരായണ ഗുരു പ്രതിമ തകർത്തെറിയപ്പെട്ടത്. ഇതിൽ 2 ദിവസം കഴിഞ്ഞും പ്രതിമ തകർത്തവരെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ വൻ പ്രതിഷേധം ഉയർന്നിരുന്നു. പ്രതിഷേധം ശക്തമായതോടെ ഗുരുപ്രതിമ തകർത്ത RSS കാര്യവാഹക് വൈശാഖ്, മുഖ്യ ശിക്ഷക് റിജിൽ, RSS പ്രവർത്തകൻ പ്രശോഭ് എന്നിവരെ ഇന്നലെ RSS നേതൃത്വം ന്യൂമാഹി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയായിരുന്നു. പേരിന് അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ ചോദ്യം പോലും ചെയ്യാതെ ഉടൻ വിട്ടയച്ചു. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ മാത്രമാണ് പോലീസ് ചുമത്തിയത്. സംഘർഷം വ്യാപിപ്പിക്കുന്ന അക്രമത്തിന് ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്ത പോലീസും RSSും ഒത്തുകളിക്കുകയാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. ശ്രീനാരായണ ഗുരു ദർശനത്തെ കുരിശിലേറ്റാനുള്ള പ്രതിലോമ ശക്തികളുടെ ശ്രമം തുറന്നു കാണിക്കാൻ ശ്രമിച്ച നിശ്ചല ദൃശ്യം കണ്ട് കലിതുള്ളിയവരും വികാരം കൊണ്ടവരും ശ്രീനാരായണ ഗുരു പ്രതിമ തകർത്ത് കുപ്പയിലെറിഞ്ഞ RSSനെ കുറിച്ച് മിണ്ടിയില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. അതേസമയം RSSും സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയുടെ ഉദാഹരണമാണിതെന്നും ഉന്നതതല ഇടപെടലിനെ തുടർന്നാണ് പ്രതികളെ ജാമ്യത്തിൽ വിട്ടതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിൽ പറഞ്ഞു. RSS പോലീസ് നാടകമാണിതെന്നും ഗുരുപ്രതിമ തകർക്കാൻ ഗൂഢാലോചന നടത്തിയ നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്നും വെള്ളാപ്പള്ളി RSS തടവറയിലാണെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P.J. രാജൻ പ്രതികരിച്ചു. RSS നേതാക്കളുമായി കൂടിയാലോചന നടത്തി തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ന്യൂമാഹി പോലീസ് സ്റ്റേഷനിൽ ഒരു നാടകം കളിക്കുകയാണ് ഉണ്ടായത്. ഈ സംഭവത്തിലെ ഗൂഢാലോചന നടത്തിയിട്ടുള്ള നേതാക്കന്മാർക്കെതിരായിട്ടടക്കം കേസെടുക്കണമെന്നതാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രതിഷേധ പ്രസ്താവന പോലും ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ തകർത്ത കേസിൽ ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ RSS വിധേയത്വമാണ് ഇത് തെളിയിക്കുന്നത്. സംഘപരിവാരത്തിൻ്റെ തടവറയിലാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിയുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ചാവക്കാട് കൊലപാതകത്തിൽ ദൃക്സാക്ഷിയായ ഹനീഫയുടെ ഉമ്മ ഐഷ ബീവിയുടെ മൊഴി രേഖപ്പെടുത്തി. ക്രൈംബ്രാഞ്ച് DYSP മോഹൻദാസിന്റെ നേതൃത്വത്തിൽ ചാവക്കാട്ടെ വീട്ടിലെത്തിയായിരുന്നു മൊഴിയെടുപ്പ്. കൊല നടന്ന് 1 മാസം പിന്നിട്ടിട്ടും ഉമ്മയുടെ മൊഴി രേഖപ്പെടുത്താത്തതിൽ ഹനീഫയുടെ ബന്ധുക്കൾ മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചിരുന്നു. ഹനീഫയ്ക്ക് ഗോപപ്രതാപിന്റെ ഭീഷണി ഉണ്ടായിരുന്നതായി ഉമ്മ മൊഴിയിൽ വ്യക്തമാക്കി. ആ റിപ്പോർട്ടോടെ ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഹനീഫ വീട്ടുമുറ്റത്ത് കുത്തേറ്റ് മരിച്ച് 1 മാസം പിന്നിടുമ്പോഴാണ് ദൃക്സാക്ഷിയായ ഉമ്മ ഐഷാബിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് DYSP മോഹൻദാസിന്റെ നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുത്തത്. കൊലപാതകത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഹനീഫയുടെ ഉമ്മ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കാത്തതിൽ ഹനീഫയുടെ ബന്ധുക്കൾ മുഖ്യമന്ത്രിയെ കണ്ട് അതൃപ്തി അറിയിച്ചിരുന്നു. ഉമ്മയുടെ മൊഴി രേഖപ്പെടുത്താൻ പോലും പോലീസ് തയ്യാറായില്ലെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടു. തുടർന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയത്. ഹനീഫയ്ക്ക് ഗോപപ്രതാപന്റെ ഭീഷണി ഉണ്ടായിരുന്നതായും രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലെന്നും ഉമ്മ ഐഷാബി മൊഴി നൽകി. കൊലപാതകത്തിന് പിന്നിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കാണെന്ന് FIRൽ വ്യക്തമാക്കിയിരുന്നെങ്കിലും പിടിയിലായ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ച് ഇതുവരെ അന്വേഷണം നടന്നിട്ടില്ലെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ.